നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 3/5/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടുന്നുള്ള പ്രതീക്ഷയാണ് മിക്ക റബ്ബർ കർഷകരും. ഈ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 250 രൂപ, RSS 5 കിലോ 256, ISNR 20 207, ലാറ്റക്സ് 60% ആഴ്ചയുള്ള 151 രൂപ 55 പൈസ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 250, RSS 5 കിലോ 246. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 237, RSS 5 കിലോ 234. ഫീൽഡ് ലാറ്റക്സ് 218, 25% DRCയിൽ 200, 19,900, 30% DRCയിൽ 200, 13,080, 30% DRCയിൽ 200, 15,260. ഈ കേരളത്തിലെ വ്യാപാരിയിൽ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 242, RSS 5 കിലോ 237, ISNR 20 200 മുതൽ 250 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 136 മുതൽ 147 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. എന്തായാലും മെയ് 4-ാം തീയതി അറിയാം. ഏപ്രിൽ 29-ാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം മെയ് 4-ാം തീയതി രാവിലെ 12 മണിയോടുകൂടി യഥാർത്ഥ റിസൾട്ട് വരും. അതിൽ വരുമ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ റബ്ബറിൻ്റെ താങ്ങുവില 300 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഫലവത്താവുമോ എന്ന് ആണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ ഒരാഴ്ച കൊണ്ട് റബ്ബറിൻ്റെ വില ഏകദേശം 231 കടന്നത് ഇപ്പോൾ 242 രൂപയൊക്കെ ആയിരിക്കുകയാണ് റബ്ബറിൻ്റെ വ്യാപാരി വില. അപ്പോൾ കർഷകർ വളരെ സന്തോഷത്തിലാണ്. ഇനി ടാപ്പ് ചെയ്യുമ്പോൾ കൂലി കൊടുക്കാനെങ്കിലും കൂലി കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ. യഥാർത്ഥത്തിൽ റബ്ബർ കർഷകർക്ക് 300 രൂപയായെങ്കിൽ മാത്രമേ ലാഭമെടുത്ത് പ്രയോജനമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. കർഷകർക്ക് കിലോയുടെ പുറത്ത് ഷീറ്റ് കൊണ്ടുകൊടുക്കുമ്പോൾ 300 രൂപ കിട്ടിയാൽ യഥാർത്ഥത്തിൽ റബ്ബർ കർഷകർക്ക് റബ്ബർ കൊണ്ട് പ്രയോജനം കിട്ടും. കാര്യം ഇപ്പോഴത്തെ കൂലിയും മറ്റും ജീവിത ചെലവരങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും. ചായ പുറത്തിറങ്ങി കുടിക്കണമെങ്കിൽ 12, മറ്റ് കടിയും 12. അതുപോലെ ഗ്യാസ് സിലിണ്ടർ 50 രൂപയാണ് നമ്മുടെ ഗാർഹിക ഉപയോഗത്തിനുള്ളത് കുണ്ടും കൂടിയിരിക്കുന്നത്. പെട്രോളിന് കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 13,835, ഒരു ഭവൻ 1,14,680. അതുപോലെ 24 ക്യാരറ്റ് 5,093, ഒരു ഭവൻ 1,20,754. ഇതാണ് സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 250 രൂപ, ഒരു ഭവൻ്റെ മുകളിൽ 250 രൂപയും 1 ഗ്രാമിൻ്റെ മുകളിൽ 30 രൂപയാണ് കൂടിയത്. എന്തായാലും നമ്മുടെ നാട്ടിൽ അനുദിനം പല സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. പുനലൂർ വെട്ടിത്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് ഹോമിൽ 6-ാം ക്ലാസ്സുകാരനെ മോഷണക്കുറ്റം ആരോപിച്ച് തലകീഴായി കെട്ടിത്തൂക്കി ചോദ്യം ചെയ്തു. കൊള്ളാം. ഇവർക്ക് എങ്ങനെ അധികാരം കിട്ടി കെട്ടിത്തൂക്കി ഇങ്ങനെ തലകീഴായി വെക്കാൻ? കാര്യം കോടതിയും മറ്റും പോലീസ് സ്റ്റേഷനും എല്ലാം ഇവിടെയുണ്ട്. നിയമം അവർ കയ്യിലെടുത്ത് വളരെ തെറ്റായിപ്പോയി. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ എങ്ങനെ നിയമം നമ്മൾ പാലിക്കേണ്ടി വരും? ആ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ വാർഡനെയും പാചകക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ ഇടതുപക്ഷ സംഘടനകളും മറ്റും. ഇവർക്കൊക്കെ നല്ല ശിക്ഷ ഉറപ്പാക്കേണ്ടി വരും. കാര്യം ഇനി വരാൻ ആരും ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശിക്ഷയാണ് കൊടുക്കേണ്ടി വരുന്നത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്ര ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.